ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലും ജീവിതത്തിന് ആശ്വാസമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം 22 വാക്യം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അതിനകത്തുനിന്ന് തൊടുന്നൊരു ദൂത്. ശിഷ്യന്മാരെ പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. കർത്താവ് എല്ലാവരെയും നിർബന്ധിക്കുന്ന ആ ഒരു തലവോ, കർത്താവ് എല്ലാവരുടെ മേൽ അധികാരം കാണിക്കുന്നൊരു അനുഭവമോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിർബന്ധിച്ചു. ശിഷ്യന്മാരെ കർത്താവ് നിർബന്ധിച്ചു. ദൈവത്തിൻ്റെ പൈതലെ, ഹൃദയങ്ങളിലേക്ക് ഈ ദൂത് ആഴമായി പകരുക പരിശുദ്ധാത്മാവ്. എൻ്റെ കർത്താവ് എന്നെ അപ്രകാരം നിർബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അധികാരത്തോടെ ഇടപെടുന്ന, ദൈവം നിർബന്ധിച്ചതാണെന്ന ഉത്തമ ബോധ്യമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ അതിശക്തമായ ആലോചനയാണ്, എൻ്റെ കർത്താവിൻ്റെ ആഴമേറിയ ദൂതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന സാഹചര്യമെന്ന് ഒരു ബോധ്യം അകത്തുണ്ടോ എന്ന് അവിടെ ഏത് വൈഷമ്യമേറിയ തലങ്ങൾ വെളിപ്പെട്ടാലും, ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ തല ഉയർത്തിയാലും അതിനായുസില്ല. കാരണം ദൈവം എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് കർത്താവിൻ്റെ പദ്ധതിയിൽ ഞാൻ ആയിരിക്കുന്നത്. ദൈവം എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ ചിലതൊക്കെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനൊരു സ്നേഹത്തിൻ്റെ ആഴമേറിയൊരു ബന്ധം ഞാനും എൻ്റെ ദൈവമായിട്ടുണ്ടെങ്കിൽ നിശ്ചയമാണ് അത് ജീവിതത്തിൽ ഭാഗ്യാവസ്ഥയാ. അത് വാഗ്ദത്തങ്ങളുടെ സമ്പൂർണമായ തലങ്ങൾ ദൈവം ചെയ്തു തന്നിരിക്കും. ഏത് പ്രതികൂലവും ഏത് പ്രശ്നവും ജീവിതത്തിൻ്റെ നടുവിൽ കടന്നു വന്നാലും അതിനെ ശാസിക്കുവാനും അതിൽ നിന്ന് വിടുവിക്കുവാനും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ദൈവം ശക്തനാ. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവ് എല്ലാവരെയും നിർബന്ധിക്കുന്ന ദൈവമല്ല. നിർബന്ധിച്ചു എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ശിഷ്യന്മാരെയാ, തെരഞ്ഞെടുത്തവരെയാ, വിളിച്ചു വേർതിരിച്ചവരെയാ, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരെയാ, ദൈവത്തിൻ്റെ ആ അനുഭവങ്ങൾ കൂടുതൽ കാണുന്നവരെയാ. ഇന്ന് ദൈവത്തിൻ്റെ ദൂത് ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവ് എന്നെ നിർബന്ധിച്ചതുകൊണ്ടാ എൻ്റെ സാഹചര്യം ഈ അവസ്ഥയിൽ ഞാൻ ആയിത്തീരുക, ഞാനത് തിരഞ്ഞെടുക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയായത് ദൈവത്തിൻ്റെ പൈതലേ ഉറപ്പോടെ ആയിരിക്കട്ടെ, ആ തലത്തിൽ ബലത്തോടെ ആയിരിക്കട്ടെ. കാരണം അവിടെ നിൽക്കുന്ന പ്രതികൂലത്തെ ദൈവം തുടച്ചു മാറ്റി അനുകൂലമാക്കുന്നൊരു ദൈവപ്രവൃത്തി ആ മണ്ണിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. എന്നോടുള്ള എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, എൻ്റെ ദൈവത്തിൻ്റെ ആലോചനയുടെ നിവൃത്തിയാകുമ്പോൾ, അതിൻ്റെ സമയമാകുമ്പോൾ കർത്താവിനെ നിർബന്ധിപ്പിക്കും. എന്തിനു വേണ്ടിയാ? ഒരു പ്രാർത്ഥനയുടെ തലത്തിൽ നിർബന്ധിക്കുക. കർത്താവ് ഇനി പ്രാർത്ഥിക്കുക, പാദപീഠത്തിലുറ്റിരിക്കുക, ദൈവത്തോട് കൂടിയിരിപ്പ, കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവിടുക. കാരണം ദൈവത്തിന് പ്രവർത്തിക്കുക സമയമായി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ സമയമായി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ സമയം ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ ദൈവം പറയും, നിരാശ വിട്ടുകളയുക, ഭാരങ്ങൾ വിട്ടുകളയുക, ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുക, വചനത്തിൻ്റെ ആഴങ്ങളിൽ വിശ്വസിക്കുക, ദൈവപാദപീഠത്തിൽ നടക്കുക, ദൈവപാദപീഠത്തിൽ ഇരിക്കുക. ഈ പൂർണ്ണമായ ഒരു നിർബന്ധം ദൈവം നമ്മെ നോക്കി കൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വൈതലേ അതിനൊക്കെ
അതിനകത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറും. അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതികൾ സമ്പൂർണ്ണമായി വെളിപ്പെട്ടു വന്നിരിക്കും. ഇന്ന് ദൂത് ഹൃദയതലങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഴമായി പകരുന്നു. എൻ്റെ കർത്താവ് എന്നെ നിർബന്ധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ എൻ്റെ കർത്താവ് നിർബന്ധിക്കുന്നുണ്ടോ? നിശ്ചയ അതിനകത്ത് ഒരു മഹത്വമുണ്ട്, അതിനകത്ത് ഒരു അത്ഭുതമുണ്ട്, അതിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോകുന്നത്. എൻ്റെ കർത്താവ് എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ പ്രകാരം എൻ്റെ അവസ്ഥയിൽ ഞാൻ ചില കാഴ്ചപ്പാടുകൾ ഏറ്റെടുത്തത്, ചില ദർശനങ്ങൾ ഏറ്റെടുത്തത്. ഈ പ്രകാരം എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ഞാൻ നടക്കുന്നത്. ദൈവത്തിൻ്റെ വൈതലേ, അവിടെ പരാജയപ്പെടത്തില്ല, അവിടെ വിജയം ഉറപ്പാണ്, അവിടെ ജയം ഉറപ്പാണ്. കാരണം ദൈവം നിർബന്ധിച്ച് ചെയ്യിക്കുന്ന പദ്ധതിയിൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്, കർത്താവിൻ്റെ വിലയേറിയ പരിപാലനമുണ്ട്. ആ വാഗ്ദത്തങ്ങൾ കാണും, ആ നന്മകൾ കാണും, ആ വിടുതലുകൾ അനുഭവിപ്പാൻ ഇടയായിത്തീരും. പ്രാർത്ഥിക്കുവാൻ എൻ്റെ ദൈവം എന്നെ നിർബന്ധിച്ചു എങ്കിൽ നിശ്ചയ ഞാനത് ചെലവിടുമ്പോൾ, ആ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവിടുമ്പോൾ നിശ്ചയ ദൈവം എന്നെ സഹായിക്കും, ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. ദൂതാഴത്തിൽ വിശ്വസിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവം തടസ്സങ്ങളെ നീക്കാൻ പോകുക. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവിടെ അവസ്ഥയിൽ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി ദൂത് ചരിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ, വിശ്വസിക്കുകയും വചനത്തിൽ നിലനിൽക്കുക. ദൈവത്തിൻ്റെ നിർബന്ധം കർത്താവെ അത് വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനാണല്ലോ. ജനത്തെ സഹായിക്കണം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവിക വിടുതൽ അനുഭവിക്കുക, ദൈവിക പദ്ധതികൾ കാണുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.